പിന്നെ നമ്മളിപ്പോൾ ഇതിന്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളിപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കണ്ണൂർ കൈത്തറിയും പയ്യന്നൂർ ഖാദിയാണ്. ഇപ്പൊ ഖാദിയുടെ കേസ് എടുക്കുന്നതാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഓൾ ഇന്ത്യ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഹിബ ഒരു 3-4 months മൊത്തം ട്രാവലിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും എന്താണ് അവരുടെ യുണീക്ക് ആയിട്ടുള്ള സാധനം. അപ്പം ഞങ്ങൾ ഇപ്പം ഖാദിയുടെ കേസ് നോക്കുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയുള്ള സാധനം വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് കണ്ണൂർ കൈത്തറിയുടെ കേസിലും. അതായത് ആ ഒരു വൺസ് നമുക്കിപ്പോൾ ഒരു ഫാബ്രിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വേരിയേഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അപ്പം എന്തുകൊണ്ട് ഇത്ര ഒരു നല്ല സാധനം നശിച്ചുകൊണ്ടിരിക്കുന്നു? മേ ബി നെക്സ്റ്റ് ഒരു 10-20 yearsൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാവത്തില്ല. അപ്പം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടായിരുന്നു ഇനീഷ്യലി ഉണ്ടായത്. ഇനീഷ്യലി നമുക്ക് ബ്രാൻഡ് തുടങ്ങാൻ യാതൊരു പ്ലാനും ഉണ്ടായില്ല. നമ്മൾ വിചാരിക്കുന്ന അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ പ്രൊജക്റ്റ് FC ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഫോട്ടോഗ്രാഫി, എന്താ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് ഫോട്ടോ എടുക്കാം. എനിക്ക് ആ സമയത്ത് കൈത്തറി സംഘങ്ങളിൽ ഫസ്റ്റ് ഒരു ഫോട്ടോ, അവരുടെ പ്രൊഡക്ട്സ് പൊതുവെ അവർ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളതിന് പകരം ഒരു ഫസ്റ്റ് ഫോട്ടോ ഷൂട്ട് ആയിട്ട് വരുന്നു. അത് അവര് ബാനർ പോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലയർ പോലെ ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾ അതൊന്ന് ചെയ്തു. പിന്നെ ബ്രോഷേഴ്സ് അങ്ങനത്തെ ഒക്കെ നമുക്ക് അവർക്ക് ലോഗോ ഉണ്ടാക്കി കൊടുക്കുന്നു, ബ്രാൻഡ് വിസിറ്റിംഗ് കാർഡ് അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ പ്രോജക്റ്റ് മൊത്തം നമ്മൾ എന്തൊക്കെയാണോ 4 കൊല്ലം പഠിച്ച അതൊക്കെ ചെയ്തു. അതിന്റെ കൂടെ നമ്മൾ പ്രോഡക്റ്റ് ലൈനും ഉണ്ടാക്കി. ആക്ച്വലി കുറച്ച് അത് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായി. അതിന് ഡിമാൻഡും കണ്ടു. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഉറപ്പായി ഓക്കെ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മളതായ രീതിക്ക് ചെയ്താൽ അതിന് ആക്സെപ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ആദ്യം ഇതൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ കൊണ്ട് അവിടെ സൊസൈറ്റിയിലൊക്കെ പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് അവർക്ക് ഇതെല്ലാം ആരെങ്കിലും വാങ്ങിക്കോ മക്കളെ, ഇതെല്ലാം ഉണ്ടാക്കണോ, നമ്മളിതെങ്കിലും ഉണ്ടാക്കി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കുറച്ച് സാമ്പിൾ പ്രൊഡക്ട്സ് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര വെൽക്കമിങ് ആയി. പിന്നീട് നമുക്ക് മനസ്സിലായി, അതായത് നമ്മൾ വൺസ് കോളേജ് കഴിഞ്ഞ് ഇത് ഇറങ്ങുന്നു, ഇത് പഴയ പോലെ തന്നെ ആവുന്നു. അതായത് ഇവർക്ക് ഇതിനെ കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല, പുതിയ ഓർഡേഴ്സ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ വൺസ് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്ത് ഇവർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റെഗുലർ ഓർഡർ അവർക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഓക്കെ നമ്മളുടെ തന്നെ ഒരു ബ്രാൻഡ് എന്നാൽ ഒരു യങ്ങർ ജനറേഷനിലും എല്ലാവർക്കും എന്താ ഡിസൈൻ വൈസും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഒരു പ്രീമിയം സാധനം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. ബേസിക്കലി ഇപ്പം നമ്മൾ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഓൾസോ അതിലേക്ക് നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചും കൂടെ അവർക്ക് ഒരു വിഷ്വലി ഒരു കളർഫുൾ ആയിരിക്കണമല്ലോ. മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഖാദി, ഖദർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്ലെയിൻ കളേഴ്സ് ആണ്. മീൻസ് അതല്ലാണ്ട് പ്രിന്റ്സും കാര്യങ്ങളും, പിന്നെ അതിൽ തന്നെ ഈവൻ എംബ്രോയിഡറി വർക്ക് ഒക്കെ കുറച്ചും കൂടെ ഫങ്കി ആൻഡ് കളർഫുൾ ലുക്ക് വേണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? പറഞ്ഞ മാതിരി ഓപ്ഷൻസ്, ഫാബ്രിക്സ് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഫാബ്രിക്, ഹാൻഡ് വോവൻ ഫാബ്രിക് എന്തായാലും അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും. കണ്ണൂർ ഹാൻഡ്ലൂംസിന് ഉണ്ട് ആ ക്വാളിറ്റി. പക്ഷെ ഇത് അതായത് നമ്മൾ അധികം ഒന്നും ചെയ്തില്ല. നമ്മൾ ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ ഭയങ്കര മാക്സിമലിസം ഒന്നുമല്ല, മിനിമൽ അപ്രോച്ച് നമ്മൾ എല്ലാത്തിലും ചെയ്തത്. അത് വാല്യൂ അഡിഷൻ പോലെ. ഈവൻ കളേഴ്സ് ആണെങ്കിലും ഭയങ്കര നമ്മൾ യെല്ലോസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും സട്ടൽ സാധനം വെച്ചിട്ട് അതിൻ്റെ മേൽ നമ്മൾ വാല്യൂ അഡിഷനാണ് ചെയ്യുന്നത്. എംബ്രോയിഡറി ആണെങ്കിൽ ഇപ്പോൾ പ്രിന്റിങ് വരാണെങ്കിൽ. പക്ഷെ എന്നാലും അത് ഭയങ്കര അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല, ലൈക്ക് മാക്സിമലിസം അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും പക്ഷെ എല്ലാ കാറ്റഗറിയിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി കളർ റിസർച്ച്, ഫോക്കാസ്റ്റ് അതെല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഓരോ കളക്ഷനെ നമ്മൾ ഫോക്കാസ്റ്റ് ചെയ്യും. പിന്നെ കളേഴ്സ് ആണെങ്കിലും ഈ സെറ്റ് ഓഫ് കളേഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ ഓരോ തീം വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീം ബേസ്ഡ്, ആ തീമിനനുസരിച്ചിട്ടുള്ള കളേഴ്സാണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് വീവ് ചെയ്യിപ്പിക്കും. ഇതർ യാൺ ഡൈ അല്ലെങ്കിൽ ഫാബ്രിക് ഡൈ അങ്ങനെ ചെയ്തിട്ടാണ്. മമ്മൂക്കിക്ക് കൊടുത്ത ഷർട്ട് അത് ഏത് സ്റ്റൈലായിരുന്നു? അത് ആക്ച്വലി കിമോണോ സ്ലീവ് വരുന്നത്. അതായത് നമുക്ക് അതിനൊരു ആം ഹോൾ കട്ടില്ല, ഇറ്റ്സ് എ സിംഗിൾ ഒരു
ഷോൾഡർ ഇല്ല തന്നെ, ഷോൾഡർലെസ് ഒരു സിംഗിൾ കട്ടിലാണ് വരുന്നത്. അതായത് ഐ തിങ്ക് ബാക്കിൽ ഒരു സ്റ്റിച്ച് അങ്ങനെ വരുന്നില്ല. അപ്പം അത് ഒരു ലൂസ് ഫിറ്റ് സ്റ്റൈലാ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പൊ അതില് നമ്മള് കുപ്പടം വീവ് ബോർഡറാ. ആ ബോർഡർ വെച്ചിട്ട് സ്ലീവിനും സെന്റർ പ്ലാക്കറ്റിലുമായിട്ട് ആ കുപ്പടം ബോർഡർ പ്ലെയിൻ ലൈക്ക് ഓഫ് വൈറ്റ് ആ കളർ വരുന്ന ഓർഗാനിക് കോട്ടൺ. അത് കാണിച്ചു തരാനുണ്ടോ എന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വെരി നെക്സ്റ്റ് മൊമെന്റ് അത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബട്ട് ആ ഒരു വീഡിയോ ഒന്ന് ബ്ലോ അപ്പ് ആയപ്പം എന്താണ്, ഹൗ ഡിഡ് ഇറ്റ് എഫക്ട് ബിസിനസ്? എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മള് വീഡിയോ വരുന്നു, നമ്മള് റീല് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നിലേ നമുക്ക് ഓർഡേഴ്സ് വന്നു. എനിക്കൊന്ന് കൈരളിയുടെ റീല് അപ്പൊ തന്നെ അവരെല്ലാം ലൈവ് പോകുന്നുണ്ടായിരുന്നല്ലോ. ഇവന്റ് കഴിയുമ്പോഴേക്ക് തന്നെ കൈരളിയുടെ റീൽ ഇങ്ങനെ എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് അന്ന് ഞങ്ങളുടെ എല്ലാ സർക്കിളിൽ എല്ലാരും ഈ റീൽ തന്നെ സ്റ്റോറി ഷെയറിങ് അങ്ങനെ കിടന്ന്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റീൽ ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്ക അതിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ 2 ഷർട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇടുന്നൊക്കെ പറഞ്ഞു. ഞാൻ വേറെ 2 കൂടെ ചോദിച്ചിട്ടുണ്ട്, അവർ കുറച്ചുകൂടെ കൊണ്ടു തരും, പോരട്ടെ. അത് കഴിഞ്ഞ് 2 ദിവസം മമ്മൂക്ക ഇട്ടിട്ട് വരുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അപ്പൊ നമുക്ക് പെട്ടെന്ന് സൈറ്റില് നമുക്ക് ലൈക്ക് കൗണ്ട് സ്റ്റോക്ക് നോക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്യേണ്ട ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നതിന് സ്റ്റോക്ക് ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഓർഡേഴ്സ് വന്ന എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ പ്രീ ഓർഡറിലുള്ള പിന്നെ വീവ് ചെയ്യിപ്പിച്ചു പുതിയ. അപ്പൊ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെയിം ഫാബ്രിക്. അപ്പം അതെല്ലാം ഒന്നും പറയാനില്ല.